നമസ്കാരം. ജനയുഗം സ്ത്രീയുഗത്തിലേക്ക് സ്വാഗതം. വെർജീനിയയുടെ ലഫ്റ്റനന്റ് ഗവർണറായി ഗസാല ഹാഷ്മി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പിറവികൊണ്ടത് പുതുചരിത്രം. സംസ്ഥാനതല പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ മുസ്ലിം വനിത, ആദ്യ ഇന്ത്യൻ അമേരിക്കൻ, ആദ്യ ദക്ഷിണേഷ്യൻ അമേരിക്കൻ എന്ന നിലകളിൽ ഗസാല ഹാഷ്മിയുടെ വിജയം ശ്രദ്ധേയമായി. വിർജീനിയ ലഫ്റ്റനന്റ് ഗവർണർ തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ജോൺ റെയ്ഡിനെയാണ് അവർ പരാജയപ്പെടുത്തിയത്. ഡെമോക്രാറ്റിക് പാർട്ടി നേതാവായ ഗസാല ഹാഷ്മി 2019 വിർജീനിയൻ സെനറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. നിലവിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്റ്റേറ്റ് സെനറ്റാണ് ഗസാല ഹാഷ്മി. 2019 ഗസാല ഹാഷ്മിയുടെ രാഷ്ട്രീയ പ്രവേശം. വിർജീനിയ ജനറൽ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയെ അട്ടിമറിച്ചാണ് 2019 ഗസാല ശ്രദ്ധ നേടിയത്. സിയ ഹാഷ്മിയുടെയും തൻവീർ ഹാഷ്മിയുടെയും മകളായ 1964 ഹൈദരാബാദിലാണ് ഗസാല ഹാഷ്മിയുടെ ജനനം. 4 വയസ്സ് വരെ ഹൈദരാബാദിന് സമീപം മാലക്പേട്ടിൽ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒപ്പമായിരുന്നു ഗസാല കഴിഞ്ഞത്. 4-ാം വയസ്സിൽ മാതാവിനൊപ്പം അമേരിക്കയിലെത്തി. ഗസാലയുടെ പിതാവ് പ്രൊഫസർ സിയ ഹാഷ്മി സൗത്ത് കരോലിന സർവകലാശാലയിലെ സെന്റർ ഫോർ ഇന്റർനാഷണൽ സ്റ്റഡീസിൽ നിന്ന് ഡയറക്ടറായി വിരമിച്ചയാളാണ്. സൗത്ത് കരോലിന സർവകലാശാലയിൽ നിന്ന് ഇന്റർനാഷണൽ റിലേഷൻസിൽ PhD പൂർത്തിയാക്കിയ ശേഷമാണ് അതേ സർവകലാശാലയിൽ അദ്ദേഹം അധ്യാപകനായത്. അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ നിന്നും MA-യും LLB-യും പൂർത്തിയാക്കിയ ശേഷമാണ് സിയ ഹാഷ്മി ഉന്നത പഠനത്തിനായി അമേരിക്കയിലേക്ക് ചേക്കേറിയത്. ഗസാലയുടെ മാതാവ് ഒസ്മാനിയ സർവകലാശാലയിൽ നിന്ന് BA-യും B.Ed-ഉം പൂർത്തിയാക്കിയിട്ടുണ്ട്. 4-ാം വയസ്സിൽ US-ലെത്തിയ ഗസാല ഹാഷ്മി ഹൈസ്കൂൾ പഠനത്തിനു ശേഷം ജോർജിയ സദേൺ സർവകലാശാലയിൽ നിന്ന് BA ഓണേഴ്സും അതിനുശേഷം അറ്റ്ലാന്റയിലെ എമോറി സർവകലാശാലയിൽ നിന്ന് അമേരിക്കൻ സാഹിത്യത്തിൽ PhD-യും കരസ്ഥമാക്കി. ഇതിനുശേഷം റിച്ച്മോണ്ട് സർവകലാശാലയിലും റെയ്നോൾഡ്സ് കമ്മ്യൂണിറ്റി കോളേജിലുമായി 30 വർഷത്തോളം അധ്യാപികയായി പ്രവർത്തിച്ചു. റെയ്നോൾഡ്സ് കമ്മ്യൂണിറ്റി കോളേജിൽ അധ്യാപികയായിരിക്കെ സെന്റർ ഫോർ എക്സലൻസ് ഇൻ ടീച്ചിങ് ആൻഡ് ലേണിംഗ് സ്ഥാപിക്കുന്നതിലും മുഖ്യ പങ്കുവഹിച്ചു. അസർ റഫീഖാണ് ഭർത്താവ്. യാസ്മിൻ, നൂർ എന്നിവർ മക്കളാണ്. ജനയുഗം സ്ത്രീയുഗത്തിലൂടെ വീണ്ടും കാണാം. നമസ്കാരം.